ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അഭിനവ് ആർക്കൈവ്സ്. ഇപ്പോൾ എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ കൂടെ 4 കൊല്ലമായിട്ട് കാനഡ ഉള്ളതാണ്. അവരോട് ഈ കാനഡിയൻ ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറെക്കുറെ ഒരു നല്ല ഐഡിയ കിട്ടും. ജിയോ, 4 കൊല്ലമായിട്ട് നീ കാനഡ ഉള്ളതാണ്. എന്താണ് നിനക്ക് കാനഡയെ കുറിച്ചുള്ള അഭിപ്രായം? ഇവിടുത്തെ ജോലി എന്താണ് നിൻ്റെ അഭിപ്രായം? ഒരുപാട് ജോലികളാണ്, ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഇറങ്ങിയ പാടെ ആൾക്കാർ വന്ന് ചോദിക്കും, മോനെ ജോലി വേണോ എന്ന് വന്ന് ചോദിക്കും. പിന്നെ എക്സ്പെൻസ് വളരെ കുറവാണ്. ടാക്സ് ഒട്ടുമില്ല. നമ്മളധികം ടാക്സ് ഒന്നും കൊടുക്കണ്ട. കഷ്ടപ്പാടെന്ന് പറയുന്ന സാധനമേ ഇല്ല. നാട്ടിലൊക്കെ വലിയ പണിയൊന്നും എടുക്കാത്തവരാണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണി എടുക്കാണ്ട് തന്നെ ജീവിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജിയോ, വേറെന്താണ്? തണുപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഇത് പലരും ഈ രാജ്യത്തെ കുറ്റം പറയും ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ ഇമിഗ്രൻസ് എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, അവൻ്റെ കൂടെ അഭിപ്രായം കേട്ടോ. ലിജോ, എങ്ങനെയാണ് കാനഡിയൻ ലൈഫ് സ്റ്റൈൽ? നിനക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് കാനഡിയൻ ലൈഫ് സ്റ്റൈൽ. പ്രത്യേകിച്ച് വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലാണ്. കാരണം വണ്ടി തീരെ എക്സ്പെൻസ് അല്ല, എണ്ണ ചീപ്പാണ്, ഇൻഷുറൻസ് ചീപ്പാണ്, വണ്ടിക്ക് അടയ്ക്കുന്ന പേയ്മെന്റ് ചീപ്പാണ്. നമ്മുടെ പേ സ്റ്റെപ്പ് മൊത്തം നമ്മുടെ കയ്യിലിരിക്കും. അതെ, നല്ല ജീവിതമാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. ഒരു വണ്ടി വന്ന പാടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇത് വന്ന പാടെ വണ്ടി എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് ഒന്നും കാണത്തില്ല, വലിയ ചിലവൊന്നും വരത്തില്ല, നല്ല സുഖകരമായിട്ട് ജീവിക്കാം. മൊത്തത്തിൽ ആകെപ്പാടെ കാനഡ എന്ന് പറയുവാണെങ്കിൽ അതിൻ്റേതായ നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് എങ്ങനെ വേണേലും എടുക്കാം, നല്ല രീതിയിലും എടുക്കാം, മോശം രീതിയിലും എടുക്കാം. സോ ലെറ്റ് മീ നോ വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ്. ബൈ.